കേരളീയതയുടെ മുഖമുദ്രകളായിരുന്ന മഹാക്ഷേത്രങ്ങൾക്ക് മുമ്പിൽ ഒരു ജനതയുടെ പാരമ്പര്യങ്ങളും സംസ്കാരവും വിശ്വാസവും കൈകോർത്തു നിന്നു നൂറ്റാണ്ടുകളോളം. ഭക്തിയുടെയും വിശ്വാസത്തിൻ്റെയും കൊടിമരങ്ങൾക്ക് മുമ്പിൽ നമ്രശിരസ്കനായി നിന്നിരുന്ന മലയാളി അപഗ്രഥനങ്ങൾക്കെല്ലാം അപ്പുറത്തു നിന്ന വിശ്വാസ പ്രമാണങ്ങളുമായി സ്വധർമാചരണത്തിൽ നിരതരായവരുടെ നീണ്ട നിരകൾ കടന്നുപോയി. പുരുഷാർത്ഥങ്ങൾ പോലെ കാലം ഉയർത്തിയ വെല്ലുവിളികൾ ഏറെയായിരുന്നെങ്കിലും സർവാർത്ഥ സാരം ഗ്രഹിച്ച വിപ്ലവ പ്രസ്ഥാനങ്ങൾ മലയാളിയെ പുതിയ അക്ഷരമാലകൾ പഠിപ്പിച്ച കാലഘട്ടത്തിലേക്ക് മൂലധനത്തിൻ്റെ രഹസ്യ അറകൾ കാട്ടിത്തന്നവർ, രണസ്മാരകങ്ങളുടെ മുമ്പിൽ കൈയുയർത്തി അഭിവാദ്യം ചെയ്ത മലയാളിയെ കണ്ട 50കളും 60കളും, ദ്രവിച്ച പൂനൂലുകൾ പൊട്ടിച്ചെറിഞ്ഞ പുരോഗാമികളുടെ ദശകങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. വിപ്ലവം ജയിക്കട്ടെ, വിഗ്രഹങ്ങൾ തകരട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾ പൂർണ്ണമായും വിജയിച്ചു എന്ന് സ്തുതിപാഠകന്മാർ പറഞ്ഞേക്കാമെങ്കിലും കാലചക്രം തിരിയുമ്പോൾ ആരാധനാലയങ്ങൾ പുതിയ അഭയകേന്ദ്രങ്ങളാകുന്നു. ഒപ്പം ഭക്തി ഒരു വിൽപ്പനച്ചരക്കും. ജീവിത പ്രാരാബ്ധങ്ങളുമായി നട്ടം തിരിയുന്ന മലയാളിയുടെ കാതുകളിൽ പുതിയ പുതിയ സൂക്തങ്ങൾ മാറ്റലുകൊള്ളുന്നു. മണലാരണ്യങ്ങളുടെ ചൂടും വേവും അറിഞ്ഞവർ കൈയയച്ച് നൽകുന്ന സമ്പാദ്യങ്ങളുമായി മുഖം മൂടി അണിഞ്ഞ പിന്മുറക്കാർ നാടിൻ്റെ മാറിലൂടെ ഇരമ്പിപ്പായുമ്പോൾ ഭൂമിദേവത എന്ന ആദിമ സങ്കല്പം നാമാവിശേഷമായി. ഭൂമിയും കൃഷിയും ഋതുഭേദങ്ങളുടെ മലയാളിയെ തഴുകിപ്പോയ കാലങ്ങൾ ഓർമ്മകളായി. കൃഷിഭൂമികൾ ഊഷരഭൂമികളായി മലയാളിയുടെ നെഞ്ചെരിയാൻ തുടങ്ങി. ഉറവകൾ വറ്റിയ മേൽപ്പാടങ്ങൾക്കരികെ ഒരു പിടി പച്ചപ്പുലിനായി തിരയുന്ന ഈ മനുഷ്യൻ്റെ ദൈന്യത ഒരു നിത്യക്കാഴ്ചയാകുന്നു.
അപ്പോൾ പണ്ട് ഈ പുരാതനങ്ങളെല്ലാം തന്നെ അധ്വാനികളായിരിക്കുന്ന അർത്ഥബുദ്ധികളായിരിക്കുന്ന പരിശാത്മാക്കൾ ആധ്യാത്മിക തരംഗ കാലത്തിന്റെ എത്രയും ഓണവാസികളും നല്ലൊരു മുഹൂർത്തത്തിൽ കാളിന്തി മനോഹരനുടെ കല്യാണവും കഴിച്ചു കൃഷ്ണന്താനു മോദമോടെല്ലാവരും സുഖമായി വാഴുന്ന നാൾ ഉത്തമമായി ഇടുന്നോരവന്തി ഭൂമണ്ഡലെ ഉത്തമനായ തന്റെ ദാത സോദരിയായ ധന്യയായ രാജാതിദേവിക്കുള്ള മകളായി വിന്ദാലും ഇന്ദ്രൻ തന്റെ സഹജയായ മിത്രവിന്ദയും കൃഷ്ണൻ തന്നെ മരിച്ച മൂലമായി തന്നവൾ സഹോദരൻ ധൃതരാഷ്ട്രജന്മക്ഷം നിന്നത് നിഷേധിച്ചു മേലുക നിമിത്തമായി ഖേദിച്ചു വസിക്കുന്നത് അവളും അതുമൂലം ചെന്നവൾ സ്വയം വരെ കേവലൻ വന്നു മന്നരവെന്നു കന്യ തന്നെയും കൈക്കൊണ്ടുടൻ ഇങ്ങു പോന്നു കൃഷ്ണൻ അവൾ തന്നെയും വേട്ടു മിത്രവിന്റെ ആസാകം സുഖമായി വസിക്കുന്ന ഭാഗ്യവാൻ കോസലനാമന്നവൻ നഗ്നചിത്തയോഗ്യരാണവരുടെ ഉന്നത വീര്യം തന്നെ നന്നായി പരീക്ഷിച്ചു മൽപുത്രിയായി സത്യത നൽകുന്നതല്ല എന്നെല്ലാം അറിയിച്ചേറ്റം മത്തവാനാണ് തുല്യങ്ങളായി ഘോരമായി നമുക്കുള്ള സപ്തകാലങ്ങൾ തമ്മിൽ കെട്ടുകിൽ അവർക്കെന്ന് പുത്രിയെ നൽകുമെന്നും കേട്ടോരുവന്മാരും ചെന്നേറ്റം പിണങ്ങിയ ചുമക്കുന്ന പകലുകൾ തീർത്ഥയാത്രകളുടേതാകട്ടെ എന്നാണോ ഈ യജ്ഞാചാര്യൻ ഉദ്ഘോഷിക്കുന്നത്? പലർക്ക് അംഗഭംഗങ്ങൾ വന്ന് അഴൽപ്പെട്ടേറ്റം നാണം കെട്ടുപോയത് ചിലർ, ഇങ്ങനെ പല തോറ്റുപോയി ചിലരിതു